അപ്പോൾ കലാസ്നേഹികളെ, ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ മാനിക്കാക്കയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. എൻഗേജ്മെൻറ്റ് വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താന്ന്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പ്രകാരം മാനുക്കാക്കയുടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വീട് കാണാൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പന്തലൊക്കെ ഉള്ളത്. പന്തലൊക്കെ കെട്ടിയാൽ പറയണ്ടല്ലോ, ഞങ്ങൾ ഫുൾ ടൈം അതിന്മേൽ തന്നെ ഇരിക്കും. അതും പോരാണ്ട് കൂളർ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൂളറിന്റെ മുമ്പിൽ തന്നെ ആവുമല്ലോ. ഇത് കണ്ടോ, 3 ആളുകൾ കൊണ്ട് നല്ല സംസാരത്തിലാണ്. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്താ ജ്യൂസ് കാണാത്തവരാന്ന്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് മാത്രമല്ല, നമുക്ക് മുന്തിരി ജ്യൂസ് ഉണ്ട്, അതായത് ഗ്രേപ്പ് ജ്യൂസ്. പരിപാടിയിലൊക്കെ ജങ്ക് ഫുഡൊക്കെ കഴിക്കാത്തവരുണ്ടാവില്ല, അവർക്ക് വേണ്ടി ഇവിടെ നമ്മൾ പച്ചക്കറികളും പിന്നെ ഉപ്പേരികളും ചോറും പപ്പടമൊക്കെ വെച്ചിട്ടുണ്ട്. ഫിഷ് ഫ്രൈ, പച്ചക്കറി, പിന്നെ ഇതാ നമ്മുടെ ചോറ്, പിന്നെ പപ്പടം ഉണ്ട്. സമയം കൂടുന്തോറും ഓരോരുത്തർ വരാൻ തുടങ്ങിയിട്ടുണ്ട്, അതായത് നമ്മളെ വീട്ടിൽ കേട്ടോ. ഷാലിനെ പിന്നെ പറയണ്ടല്ലോ, കുട്ടികളെ കണ്ടാൽ കുട്ടികളെ നോക്കലായിരിക്കും അവളെ പണി. റിഫത്താത്തയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ മാനിക്കാക്ക് ഇതാ മാറ്റി ഒരുങ്ങി നിൽക്കാൻ പോവാണ്. ആ സമയത്ത് ഇതാ ബിരിയാണിയൊക്കെ റെഡിയാക്കി വെക്കാണ്. ബിരിയാണി മാത്രമല്ല, അതിനോടൊപ്പം ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ പായസം ഉണ്ട് കേട്ടോ കൂടെ. റിഫത്താത്തയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരാൻ കുറച്ചുകൂടി സമയമുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫർ ആവശ്യമില്ല, ഞങ്ങൾ തന്നെ മതി ഫോട്ടോഗ്രാഫർ ആവാൻ. അങ്ങനെ ഇതാ റിഫത്താത്തയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് വെൽക്കം ഡ്രിങ്ക് സെറ്റാക്കി വെക്കാണ്. അവരിതാ വീട്ടിലേക്ക് വരാണ് കേട്ടോ. ഞാനിതാ ജിയമ്മളെ കൊണ്ട് ഹായ് പറയിപ്പിക്കുകയാണ്. ഇതിനോട് ഹായ് പറയാൻ വന്നപ്പോൾ ഇല്ല എന്നുള്ള നോട്ടം കാണിച്ചു തന്നു. പിന്നെ ഇത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനാണ്. റിഫത്താത്തയുടെ വീട്ടിലത്തെ ഭക്ഷണം കഴിച്ച് അവർ പോയിട്ടോ. പിന്നെ അവരെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അവിടുത്തെ പായസം എടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ റിഫത്താത്തയുടെ വീട്ടിൽ വരുമ്പോൾ പലഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടതും കാണാത്ത പലഹാരങ്ങൾ മൊത്തം കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇനിയും ഉണ്ട് കേട്ടോ സാധനങ്ങൾ. അടുത്ത വീഡിയോ നിങ്ങൾക്ക് എങ്ങനത്താണ് വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. സോ ദാറ്റ് ഇറ്റ്സ് ഫോർ ടുഡേ. അപ്പം ഇത്രേ ഉള്ളൂ.